ഹലോ ഗൈസ്, ഇത് നാച്ച് വണ്ടർവേളിൽ നിന്നാണ്. ഞാൻ നിങ്ങളുടെ നജിന. ഇന്ന് ഞാനൊരു മീൻകറിയാണ് കാണിക്കാൻ പോകുന്നത്. തേങ്ങയും മഞ്ഞൾപ്പൊടിയും ചെറിയ ഉള്ളിയും നന്നായി അരച്ച് കുറച്ച് കാശ്മീരി പൗഡറും കൂടെ ഇട്ട് നന്നായി അരച്ച് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായി അയച്ചിട്ട് ഞങ്ങൾ ചട്ടിയിലോട്ട് ഒഴിക്കുകയാണ്. മീൻകറി, പച്ചയ്ക്ക് അരച്ച മീൻകറി എന്ന് ട്രിവാൻഡ്രത്ത് പറയും. എന്നിട്ട് അതിൽ ഞങ്ങൾ തക്കാളി, പച്ചമുളക്, മുരിങ്ങയ്ക്ക ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ കറിവേപ്പില ആഡ് ചെയ്തു. ഇനി തക്കാളി ആഡ് ചെയ്യാം. തക്കാളി അരിഞ്ഞിട്ട് തക്കാളി ഇപ്പോൾ ആഡ് ചെയ്യും. മുരിങ്ങയ്ക്ക ഇല്ല, അതുകൊണ്ട് നമ്മൾ പച്ചമുളകും, നീണ്ട പച്ചമുളകും ഉരുണ്ട പച്ചമുളകും ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മീൻകറിക്ക് സാധാരണ എല്ലാവരും ഉലുവ ആഡ് ചെയ്യുമല്ലോ അല്ലേ. ഞങ്ങൾ പുളി പൊഴിഞ്ഞത് ഒഴിച്ച് സ്ട്രെയിൻ ചെയ്ത് വെച്ചേക്കുന്ന പുളിയെ ആഡ് ചെയ്തു. ഉപ്പ് ആവശ്യത്തിന് ഇടണം. ഉപ്പും പുളിയും നോക്കുക എന്ന് പറയും അങ്ങോട്ടൊക്കെ. നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താ പറയുക? മീൻകറി ഉപ്പും പുളിയും നോക്കാറുണ്ടോ? ഉപ്പും പുളിയും കറക്റ്റാണോ നോക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ മീനിടാവൂ. അപ്പോൾ ഈ കറി ഞങ്ങൾക്ക് ഇത്രയും എല്ലാവരും പറയും വെള്ളം പോലെ ഇടുന്നു, വെള്ളം പോലെ ആണോ മീൻകറി എന്നൊക്കെ ചോദിക്കും. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കിയാലേ ഇവിടെ എല്ലാവരും കഴിക്കത്തുള്ളൂ. കൺസിസ്റ്റൻസി ഇങ്ങനത്തെ കൺസിസ്റ്റൻസിയാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. പിന്നെ കുറച്ച് ഉലുവ ഇടും. ഉപ്പും പുളിയും എല്ലാം ഒന്ന് നോക്കണം. എന്നിട്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം, ഇന്നിവിടെ പാരയാണ് കിട്ടിയത്, പാര മീനാണ് കിട്ടിയത്. അത് നന്നായി കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നല്ല തിളച്ചു, നല്ല മണം വരുന്നുണ്ട്. ഇനി നമ്മൾ മീനിടും. പാരയാണ് കിട്ടിയത്, ചെറിയ പാരയാണ് കിട്ടിയത്. ഉരുളൻ പാര എന്ന് പറയും. അതിടുക. ഇനി തിളയ്ക്കുന്ന മീൻകറി. ഈ പാര ഒരു 5-10 മിനിറ്റ് ആകുമ്പോൾ തന്നെ പാര വളരെ വേവ് കുറഞ്ഞതാണ്. അപ്പം വേവും പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും. അപ്പം നല്ല മീനും കൂടെ വെന്ത് സെറ്റാകുമ്പോൾ അടിപൊളി മീൻകറി റെഡി. ഇനി എന്താ, ബൈ. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.